പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ യേശുവുമായി നേരിട്ടുള്ള ബന്ധപ്പെട്ടതാണ്, അല്ലേ? യൂദാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ്. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഖുറാനിലെ മനുഷ്യരെ പറ്റി അബ്ദ്, ദാസൻ, ഗുലാം എന്ന് പ്രയോഗിച്ചു. അതുകൊണ്ട് ആകെ പ്രശ്നമായി എന്നാണോ മരിയ ജോസഫിന്റെ വാദം? യേശുവിന്റെ ദാസനാകുന്ന യൂദാസ്, ഇതിനെന്ത് പറയണം? ഇനി 2 പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമിയോൻ പത്രോസ്. ആരാ ദാസൻ? യേശു ക്രിസ്തുവിന്റെ ദാസൻ. അടിമാന്ന്, എന്നെ അടിമേന്ന് വിളിക്കുന്ന വേദം താല്പര്യല്ലേ? ഇന്ന് വലിച്ചെറിയണം ഈ പഴയ നിയമവും പുതിയ നിയമവും. ഉടനീളം വിളിക്കുന്നത് അടിമേ എന്നാണ്. ദൈവത്തിന്റെയും കർത്താവായ യേശുവിന്റെയും ദാസനായ യാക്കോബ്. യാക്കോബ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങളോട് അഭിവാദനം അർപ്പിക്കുന്നു. കൊളോസോസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തേയോസും. ഫിലിപ്പി എന്ന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു.